നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വി.ഡി. സതീശന്റെ ആത്മാർത്ഥത ഇപ്പോൾ ചില കോണുകളിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു. ഒരു വശത്ത് ചങ്ങനാശ്ശേരി പെരുന്നയിലെ പോപ്പ് സുകുമാരൻ നായർ, മറുവശത്ത് KSU പിള്ളേർ. വി.ഡി. സതീശന്റെ ആത്മാർത്ഥതയാണ് രണ്ടു കൂട്ടരും ചോദ്യം ചെയ്യുന്നത്. എന്നാൽ വി.ഡിയുടെ സമയം നല്ലതായതുകൊണ്ട് NSS അല്ല ആര് പ്രതിഷേധത്തിനിറങ്ങിയാലും അതെല്ലാം പൊട്ടിച്ചിതറുകയാണ്. സുകുമാരൻ നായർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരത്ത് ഒരു പ്രകടനം നടത്തി NSS താലൂക്ക് യൂണിയൻ. തിരുവനന്തപുരം NSS താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിലാണ് ഒരു വലിയ പ്രതിഷേധ പ്രകടനം ഒരുക്കിയത്. ഈ പ്രകടനത്തെ തുടർന്ന് നഗരത്തിൽ വലിയ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു. പഴയ കാലമല്ല ഇതെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. ആശുപത്രി പരിസരത്തെ റോഡാണ് പൂർണ്ണമായി തടസ്സപ്പെട്ടത്. ഇതോടെ ഒരു യുവതി പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി. ചാനലുകളൊക്കെ യുവതിയുടെ പിന്നാലെ ചെന്നു. രോഗികളുമായി അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെയ്യേണ്ട റോഡടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് യുവതി രേഖപ്പെടുത്തിയത്. പ്രതിഷേധങ്ങൾ നടത്താൻ ഗാന്ധി പാർക്ക് പോലുള്ള പൊതുസ്ഥലങ്ങൾ നഗരത്തിലുണ്ടായിട്ടും എന്തിനാണ് ജനങ്ങളെയും രോഗികളെയും ബുദ്ധിമുട്ടിക്കുന്നത് എന്ന യുവതിയുടെ ചോദ്യം. പ്രതിഷേധ പ്രകടനം കാരണം വഴിയിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് യുവതി കട്ടയ്ക്ക് പ്രതികരിച്ച് രംഗത്തെത്തിയത്. ഇതോടെ സമരക്കാർ ചൂളി. ആളുകൾക്ക് നടന്ന റോഡില്ല പോലീസിനോട് ചോദിച്ചാൽ ഇവിടെ ഒന്ന് പറയാനാണ്. ആരാ ഞങ്ങൾ പോലീസിനോട് പറയുന്നത്? ആരാ? അവരുടെ കാവലിക്കുന്ന ആൾക്കാരല്ലേ? അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാനും പറ്റത്തില്ല. എന്ത് ഗവൺമെന്റ്, എന്ത് സർക്കാർ? ഞാൻ ആരെയും പറയുന്നതല്ല, എല്ലാവരും നല്ലത് ചെയ്യുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് എറണാകുളത്തുനിന്ന് ഇങ്ങോട്ടൊരു വണ്ടി എന്തൊക്കെ കാര്യങ്ങളാ നല്ലത് ചെയ്യാം. പക്ഷെ എന്തുവാ എല്ലാവരും നല്ലത് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ചെയ്തൂടെ? വിവരമുള്ള ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ചെയ്യോ? എല്ലാം ചെയ്യാം. അതിനകത്ത് അവര് ചെറിയ പറഞ്ഞ കാര്യങ്ങളല്ലോ. നിങ്ങൾ ഈ ക്യാമറ എടുക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ? അറിയാം, നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് ക്യാമറ ശരിയാണോ ഇല്ല സംസാരിക്കുക. ശരിയാണോ? 24 ന്യൂസ് ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ ഇല്ലയോ പറയൂ. ശരിയാണോ? നിങ്ങൾക്ക് പറയാനുള്ള അധികാരമുണ്ട്, വോയിസ് ഉണ്ട്. വേറെ പിടിച്ചിട്ട് മാത്രം കാര്യമില്ല. ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നന്നാവാൻ പോകത്തില്ല. ആരും നന്നാവാൻ പോകത്തില്ല. അത് കണ്ടോണ്ട് പറഞ്ഞു പോകുന്നത്, കണ്ടോണ്ട് പറഞ്ഞു പോകുന്നത്. അത്രയും ബുദ്ധിമുട്ടുകളാണ്. നായർ സർവീസിന്റെ മാന്യതയാണ്. എപ്പോഴും വീട്ടിൽ പോയിരുന്നു. ദൃശ്യം നല്ല നല്ല നന്ദിയാണ്. ആദ്യം പൂവിന്റെ പോയി സ്വന്തമായിട്ട് വി.ഡി. സതീശന് തലക്കനമാണെന്നും വി.ഡി. സതീശന് യാതൊരുവിധ ആത്മാർത്ഥതയില്ലെന്നും സുകുമാരൻ നായർ തുടർച്ചയായി പറയുന്നു. മറുവശത്ത് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയ സുകുമാരൻ നായർക്ക് താൻ അനുമതി കൊടുത്തിരുന്നു എന്നൊക്കെ വി.ഡി. സതീശൻ വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ സതീശനോട് കട്ടക്കലിപ്പിലാണ് സുകുമാരൻ നായർ. സുകുമാരൻ നായർ ആവുന്നത്ര പണിതിട്ടും വി.ഡി. സതീശനെതിരായ പൊതുവികാരം NSSൽ പോലും ഒരു വശത്ത് കത്തുന്നില്ല. അപ്പോഴാണ് മറുവശത്ത് KSU തന്നെ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയ അന്നു മുതൽ KSU പ്രസിഡന്റ് അലോഷ്യസ് വി.ഡി. സതീശനെ അലോസരപ്പെടുത്തുന്നു. സർക്കാർ പ്ലീഡർ നിയമനം ഉൾപ്പെടെ KSU പ്രസിഡന്റ് ചോദ്യം ചെയ്തത് വി.ഡി. സതീശനെ ചൊടിപ്പിച്ചു. ഇതിന് പിന്നാലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടന്ന മാധ്യമ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ തുറന്നടിച്ചു.
പ്ലീഡർ നിയമനത്തിൽ KSUവിന് എന്ത് കാര്യം? KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ VD സതീശൻ അപമാനിച്ചു എന്നതായി പിന്നീടുള്ള വിവാദം. തുടർന്ന് KSU പ്രസിഡന്റ് അലോഷ്യസ് കളത്തിലിറങ്ങി. ഭരണം തുലയ്ക്കുകയാണോ നിങ്ങളുടെ ലക്ഷ്യം? ഞങ്ങളുടെയൊക്കെ വിയർപ്പിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ അധികാര കസേരയിലിരിക്കുന്നത് എന്നോർക്കണമെന്നാണ് KSU പ്രസിഡന്റ് VD സതീശനെ ഓർമ്മപ്പെടുത്തിയത്. കോൺഗ്രസിനു വേണ്ടി പ്രവർത്തിച്ചവരെയും പോഷക സംഘടനക്കാരെയും സർക്കാർ നിയമനങ്ങളിൽ ആവശ്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നതാണ് KSU പ്രസിഡന്റിന്റെ പരാതി. ഈ പരാതി തള്ളിക്കളയുക മാത്രമല്ല, മുഖ്യമന്ത്രി VD സതീശൻ മറ്റു ചില വിശദീകരണങ്ങൾ കൂടി നടത്തി. കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളും ജനപ്രതിനിധികളുടെയും ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പ്ലീഡർ നിയമനങ്ങൾ ഉൾപ്പെടുത്താൻ നടത്തിയത്. ഈ പ്ലീഡർ നിയമനത്തിൽ KSU യൂണിറ്റ് കമ്മിറ്റിക്ക് എന്താണ് കാര്യം എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഈ വിഷയത്തിൽ VD സതീശനെതിരെ സോഷ്യൽ മീഡിയയിൽ അതിശക്തമായ പ്രതിഷേധം ആളിക്കത്തിക്കുകയാണ് ഇപ്പോൾ KSUവിൻ്റെ ലക്ഷ്യം. ഒരു കാര്യം വ്യക്തമാണ്, KSU ഇത്തരമൊരു ആസൂത്രിത നീക്കം നടത്തുന്നുവെങ്കിൽ ഇതിന് പിന്നിൽ വ്യക്തമായ ചില അജണ്ടകളുണ്ട്. മറ്റു ചില കേന്ദ്രങ്ങൾ VD സതീശനെതിരെ കരുക്കൾ നീക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ തെളിവാണിത്. ഗ്രൂപ്പ് കളിച്ച് ഭരണം തുലയ്ക്കരുത് എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോഴിതാ ഫേസ്ബുക്ക് കുറിപ്പുമായി അജു കെ മധു രംഗത്തിറങ്ങി. പാർട്ടിക്കുള്ളിൽ തർക്കങ്ങൾ അതിരുകടന്ന സാഹചര്യത്തിൽ രൂക്ഷമായ പ്രതികരണങ്ങൾ പലവിധ കോണുകളിൽ നിന്നുയരുന്നു. നിലപാടുകളുടെ രാജകുമാരൻ തന്നെയാണ് VD എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്ന് അജു കെ മധു തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. കേരളത്തിൻ്റെ തൻ്റെ ഇടമുള്ള മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. എന്നാൽ കോൺഗ്രസ്സുകാർ തന്നെ പ്രതിപക്ഷമെന്ന് വീണ്ടും തെളിയിക്കുകയാണിവിടെ. 10 വർഷത്തിന് ശേഷം ശ്രീ പിണറായി വിജയനെ ജനങ്ങൾ സഹികെട്ടി ഇറക്കിവിട്ടത് എന്തിനാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. പക്ഷേ കോൺഗ്രസിനുള്ളിൽ തന്നെ ഗ്രൂപ്പ് കളിച്ച് കിട്ടിയ ഭരണം തുലയ്ക്കുകയാണ് നിങ്ങൾ. ദൈവത്തെ ഓർത്ത് കോൺഗ്രസ്സുകാർ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഒരു അധികാര സ്ഥാനത്തിനും വേണ്ടി വടംവലി നടത്താത്ത ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇന്നും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിന്ന് തമ്മിൽ തല്ലുന്ന നേതാക്കന്മാരാകാതെ അണികളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൻ്റെ ജനനായകൻ തന്നെയാണ് ഞങ്ങളുടെ സ്വന്തം VD സതീശൻ. ഇതിനിടയിൽ VD സതീശനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഉയരുന്നു. യാതൊരുവിധ ആത്മാർത്ഥതയുമില്ലാത്ത നേതാവാണ് VD സതീശൻ എന്ന് KSU നേതാവ് തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രി VD സതീശനും KSUവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കോൺഗ്രസിൽ ഏറെ അപസ്വരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ADGP MR അജിത് കുമാറിനെതിരെയുള്ള നടപടി നീണ്ടുപോകുന്നതിന്റെ നീരസവും KSU യൂത്ത് കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ പാർട്ടി തന്നെയാണ് ഇപ്പോൾ VD സതീശനെതിരെയുള്ള പ്രതിപക്ഷം. മറുവശത്ത് പ്രതിപക്ഷ നേതാവോ CPM നേതാക്കളോ എന്തെങ്കിലും വിമർശനങ്ങൾ ഉയർത്തിയാൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്തുകൊണ്ട് അവരുടെ വായടപ്പിക്കാൻ VD സതീശന് കഴിയുന്നുണ്ട്. എന്നാൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉയരുന്ന അപസ്വരങ്ങൾ അത് സതീശനെ അസ്വസ്ഥപ്പെടുത്തുന്നു. KSUവിലും യൂത്ത് കോൺഗ്രസിലും തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന അപസ്വരങ്ങൾ ഇതൊരു ആസൂത്രിത നീക്കമാണ് എന്ന് VD സതീശൻ കരുതുന്നു. പ്ലീഡർ നിയമനത്തിൽ KSUവിന് എന്താണ് കാര്യം എന്ന ചോദ്യം കരുതിക്കൂട്ടി തന്നെയാണ് സതീശൻ പ്രയോഗിച്ചത്. പ്ലീഡർമാരിൽ 2 പേരുടെ നിയമനത്തിലാണ് ഏറെ അസ്വസ്ഥതകൾ. ഒരാൾ തിരുവനന്തപുരം ലോ കോളേജിൽ പഠിക്കുമ്പോൾ സജീവ SFI പ്രവർത്തകൻ. ഇതാണ് KSU യൂണിറ്റ് പ്രസിഡന്റുമാരുടെ ആരോപണം. തൃശൂർ ലോ കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ ABVP പ്രവർത്തകനായിരുന്നു എന്നതാണ് രണ്ടാമനെതിരെയുള്ള ആരോപണം. എന്നാൽ ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ ഈ 2 പേരുടെയും പേരുണ്ടായിരുന്നു എന്ന് VD സതീശൻ പറയുന്നു. ഒരാളുടെ കാര്യത്തിൽ ഒരു ലോക്സഭാ അംഗവും ശുപാർശ നൽകി. പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവർ നൽകുന്ന ശുപാർശകൾ കൂടി പരിഗണിച്ചാണ് ഇത്തരം നിയമനങ്ങൾ നടത്തുന്നത് എന്നാണ് സതീശന്റെ വിശദീകരണം. KSU എന്ന സംഘടനയെ അപമാനിച്ച മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്താൻ KSU തീരുമാനമെടുത്തു എങ്കിൽ അതിന് KC വേണുഗോപാൽ പക്ഷത്തിന്റെ പിന്തുണയുണ്ട് എന്ന് പൊതുവെ VD സതീശൻ കരുതുന്നു. ഇക്കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ചില മന്ത്രിമാർ VDക്കെതിരെ പൊട്ടിത്തെറിച്ചു. മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ VD സതീശൻ കൈകടത്തുന്നു എന്നായിരുന്നു അവരുടെ ആക്ഷേപം. ഇതിന് പിന്നിൽ ആസൂത്രിതമായ ചില പ്രതിഷേധങ്ങൾ KC പക്ഷത്തുള്ള മന്ത്രിമാർ ഉയർത്തി. ഒടുവിൽ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് അനുനയിപ്പിക്കുകയായിരുന്നു മറ്റു മന്ത്രിമാരെ. ഇതിനിടയിൽ T സിദ്ദിഖിന്റെ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയോട് വിയോജിച്ചും KSUവിന് പിന്തുണ നൽകിയുമാണ് T സിദ്ദിഖ് പ്രതികരിച്ചത്. ചാണ്ടി ഉമ്മൻ പക്ഷേ മുഖ്യമന്ത്രി VD സതീശന് പിന്തുണ നൽകുന്ന കാഴ്ച. നേരത്തെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന നിശ്ചയിച്ച ഘട്ടത്തിൽ മന്ത്രി M ലിജു രൂക്ഷമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ലിജു KC പക്ഷക്കാരനായ മന്ത്രിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥിനെ നിശ്ചയിച്ചതിനെതിരെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തി.
നിയാസ് അക്ഷരാർത്ഥത്തിൽ കലാപക്കൊടിയാണ് പാർട്ടിയിൽ ഉയർത്തിയത്. ചുരുക്കത്തിൽ ചില കോണുകളിൽ നിന്നുള്ള ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരം നടപടികളെന്ന് വി ഡി സതീശൻ കരുതുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ താൻ ശ്രമിച്ചു, അതിന് സാധിക്കാതെ വന്നതോടെയാണ് ചില പ്രതികരണങ്ങൾ നടത്തിയത് എന്ന് KSU പ്രസിഡന്റ് അലോഷ്യസ് ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു എങ്കിലും തനിക്ക് സമയം നൽകുന്നില്ല എന്നാണ് അലോഷ്യസിന്റെ പരാതി. രക്ഷാപ്രവർത്തനം കേസ് MR അജിത് കുമാറിനെ രക്ഷിച്ചെടുക്കാനുള്ള കേസാണ് എന്ന വിമർശനവും പാർട്ടിയിൽ ഉയരുന്നു. ശക്തമായ വിമർശനങ്ങൾക്കിടയിലും താൻ ജനപക്ഷത്തു നിന്നും പ്രവർത്തിക്കുന്നു എന്ന ആത്മവിശ്വാസമാണ് വി ഡി സതീശനെ നയിക്കുന്നത്. പക്ഷെ ജനങ്ങൾ ഇപ്പോൾ കണ്ണു തുറന്ന് കാതു തുറന്ന് ശ്രദ്ധിക്കുന്നത് ഒരേ ഒരു കാര്യം, ചില കോണുകളിൽ നിന്ന് ഉയരുന്ന വി ഡി സതീശൻ്റെ ആത്മാർത്ഥത സംബന്ധിച്ച സംശയം അത് സത്യമാണോ? ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള കഴിവൊക്കെ സതീശനുണ്ട്, ഉജ്ജ്വല പ്രഭാഷണം, അതിലപ്പുറം വലിയ സ്വപ്നജീവി. എന്നാൽ ഇത്തരം പൊതുധാരണയ്ക്കപ്പുറം എത്രമാത്രം സത്യസന്ധമായ ആത്മാർത്ഥത സതീശനുള്ളിലുണ്ട്? വി ഡി സതീശനെ പണ്ടൊരു ആവശ്യത്തിനായി സമീപിച്ചപ്പോൾ അതിൽ ആത്മാർത്ഥത കാണിച്ചില്ല എന്ന മുൻ KSU നേതാവിന്റെ അനുഭവക്കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജ് മുൻ ഭാരവാഹി അഡ്വക്കേറ്റ് റൊസാരിയോ ടോമിൻ്റേതായിരുന്നു ഈ പ്രതികരണം. ടോം എന്ന ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ: കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജിലെ സമരത്തെ തുടർന്ന് KSU പ്രവർത്തകരെ 14 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം പ്രിൻസിപ്പലിനെ വിളിച്ചെങ്കിലും മാനേജ്മെൻറ്റ് യാതൊരു നടപടിയും എടുത്തില്ല. പിന്നീട് പ്രാദേശിക നേതാക്കൾ ശക്തമായി ഇടപെട്ടപ്പോഴാണ് പ്രശ്നം പരിഹരിച്ചത്. പ്രശ്നം തീർക്കാനുള്ള ആത്മാർത്ഥമായ ഇടപെടലിനേക്കാൾ ഞാൻ ശ്രമിച്ചു എന്ന് കാണിക്കാനുള്ള ഔപചാരിക ഫോൺ കോൾ മാത്രമായിരുന്നു വി ഡി സതീശൻ UDF പ്രവർത്തകർക്ക് എത്ര വില കൊടുക്കുന്നുവെന്ന് KSUക്കാർക്ക് മനസ്സിലായി. വി ഡി സതീശനോട് വലിയ അനുഭാവം പ്രകടിപ്പിച്ച് പുകഴ്ത്തിയിരുന്ന മീഡിയ വൺ അടക്കം ഇപ്പോൾ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. മീഡിയ വണ്ണിലെ പ്രമോദ് രാമൻ എഡിറ്റോറിയലിൽ ചോദിക്കുന്നത് വി ഡി സതീശൻ ആള് മാറിയോ എന്നാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം വർഗീയതയോടുള്ള നിലപാട് മാറ്റിയോ എന്ന ചോദ്യം പ്രമോദ് രാമൻ ഉയർത്തുന്നു. ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് തന്റെ ഓഫീസിൽ മുഖം കൊടുത്തതാണ് ഇപ്പോൾ മീഡിയ വണ്ണിനെ അടക്കം ചൊടിപ്പിച്ചിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദി നേതാക്കൾ മുഖ്യമന്ത്രി വി ഡി സതീശനെ നേരിട്ട് കണ്ട് നിവേദനം നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്ത് സതീശനെ നേരിട്ട് ആക്രമിച്ചയാളാണ് ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു. RV ബാബു ഒരു ഫേക്കാണ് എന്ന് സതീശൻ തന്നെ നേരത്തെ പ്രതികരിച്ചിരുന്നു. യാതൊരുവിധ വിശ്വാസ്യതയുമില്ലാത്ത വ്യാജൻ. പറവൂരിൽ സതീശനെ കുറിച്ച് വ്യാജ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാൾ എന്ന നിലയ്ക്കായിരുന്നു RV ബാബുവിനെതിരെ സതീശന്റെ രൂക്ഷ പ്രതികരണം. ആ ബാബുവും സമൂഹത്തിൽ ഒരു നിയന്ത്രണവുമില്ലാതെ വർഗീയ വിഷം വമിപ്പിക്കുന്ന KP ശശികലയും പിന്നെ ഏതാനും പേരുമാണ് മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത് എന്നതാണ് പ്രമോദ് രാമനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ച മുഖ്യമന്ത്രി ഇവർക്ക് മുഖം കൊടുത്തതിലൂടെ നൽകുന്ന സന്ദേശം എന്താണ് എന്ന ചോദ്യം പ്രമോദ് രാമൻ ഉയർത്തുന്നു. എന്നാൽ ഇതിന് വി ഡി സതീശൻ ഇക്കഴിഞ്ഞ ദിവസം മറുപടി നൽകി. താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, എല്ലാ സമൂഹങ്ങളെയും എല്ലാ സംഘടനകളെയും ഉൾക്കൊള്ളേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, പലവിധ വിവാദങ്ങൾക്ക് നടുവിലേക്കാണ് സതീശന്റെ പോക്ക്. എന്നാൽ ഒറ്റയാൻ പോരാട്ടത്തിലൂടെ എല്ലാം തച്ചുടച്ച് സതീശന്റെ ഹീറോ ഇമേജ് നിലനിർത്താൻ വി ഡിക്ക് കഴിയുമോ? ജനം ഇപ്പോഴും വി ഡി സതീശനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നു. മറുവശത്ത് സതീശന്റെ ഗംഭീര മറുപടികളും പ്രതികരണങ്ങളും ഉജ്ജ്വല പ്രഭാഷണങ്ങളും തന്നെയാണ് കേരളത്തെ ഇപ്പോഴും ഹരം പിടിപ്പിക്കുന്നത് എന്ന് വ്യക്തം. എത്ര കാലം? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.